സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് MT's എപ്പിസോഡ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എപ്പിസോഡ് 1, 2, 3, 4, 5, 6 ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് ഓരോ വീഡിയോ വാച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. കുഞ്ഞു കുഞ്ഞു ആശയങ്ങളാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ എന്നുള്ള ഒരു ആശയമാണ്. ഓക്കെ, ഞങ്ങൾ എന്ന് പറയാൻ വി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. വി, ഞങ്ങൾ. വി ആർ, ഞങ്ങളാകുന്നു. ആർ എന്നുള്ള ഓക്സിലറി വേർബ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ചേർക്കുക. പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി. ഇവിടെ ഐൻ്റെ കൂടെ നമ്മൾ ആമ ചേർത്തിട്ടുണ്ട്. ബാക്കി യു ആർ, ദേ ആർ, വി ആർ, ഞങ്ങളാണ്. ഞങ്ങൾ ഫ്രണ്ട്സുകളാണെന്ന് എങ്ങനെ പറയാം? We are friends. We are friends. വി, ഞങ്ങൾ, ആർ, ആകുന്നു, ഫ്രണ്ട്സ്. വി ആർ ഫ്രണ്ട്സ്. ആർ എന്ന് പറയുമ്പോൾ ആ റ് ഇല്ലേ, മലയാളത്തിൽ റ എന്നുള്ള സൗണ്ട്, റ്, ആ സൗണ്ട് നമുക്കൊരിക്കലും ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നില്ല. അത് സൈലൻ്റ് ആണ്. അപ്പോൾ ആർ, ആർ. ഓക്കെ, പഴം എന്നൊക്കെ പറയില്ലേ, ഇതിൽ ആ എടുത്താൽ മതി. പക്ഷെ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുമ്പോൾ, വെൻ വി ട്രൈ ദി ബിഗിനിങ് വി മേ കമ്മിറ്റ് സം മിസ്റ്റേക്സ്, വി മേ ഫീൽ ബാഡ് ഓഫ് ഇറ്റ്. ഓക്കെ, വളരെ ഒരു ബോറിങ്, വി മേ ഫീൽ വെരി ബോറിങ്. So don't feel bad about it because we are practicing a foreign language. Okay, when we practice a foreign language in the beginning, we may commit some mistakes. It doesn't matter. Don't focus your mistakes. Okay, അവിടെ തെറ്റി ഇവിടെ തെറ്റി എന്ന് പറഞ്ഞാൽ മാറിക്കണ്ട. Just try again and again. You try, definitely you can be in a better. Okay, you can be better. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയും. അതിങ്ങനെ ട്രൈ ചെയ്ത് ഉഷാറാക്കി വരും. We are just learning. ഓക്കെ, ദെൻ മലയാളികൾ എപ്പോഴും പ്രശ്നം നമ്മൾ ഇത് സ്റ്റൈലാക്കണോടത്ത് ഫോക്കസ് ചെയ്യും. ഈ പറയുന്നതിൽ സ്റ്റൈൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കാൻ പോയാൽ ആദ്യം തന്നെ ഫാസ്റ്റായിട്ട് പോണ രീതിയാണോ പഠിക്കുക? അല്ല, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ ക്ലച്ച്, ഗിയർ, ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഒന്ന് വണ്ടി അത്യാവശ്യം ഓട്ടാൻ പഠിച്ചവനെ സമയത്തോളം ഫസ്റ്റ് ഗിയറിൽ തന്നെ ആയിരിക്കും. യെസ്, പിന്നെ നമുക്കൊരു ക്ലച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ശൈലിയിൽ വിടാം. റോട്ടുമേൽ ഇറങ്ങി ഏതൊക്കെ തരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയും. ഓക്കെ, ചീറിപ്പാഞ്ഞ് പോണ ആൾക്കാരെയാണ് ആളുകൾ ശ്രദ്ധിക്കുക. പക്ഷെ ആദ്യം തന്നെ ചീറിപ്പായാൻ വേണ്ടി മാത്രം ട്രൈ ചെയ്താൽ പിന്നെ ആളുണ്ടാവില്ല. അപ്പോൾ അതേപോലെ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും സ്റ്റൈലാക്കുന്നതിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ആദ്യം കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് എന്തിനാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിളിനോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ മീൻസ് ബീയിങ് അണ്ടർസ്റ്റുഡ്. ഓൾവേസ് തിങ്ക് അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റി ചിന്തിക്കുക. ഇംഗ്ലീഷ് പഠിക്കുന്നത് മെയിൻ ആവാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ 4 ആൾക്കാരെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലാവുക, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഹിന്ദിക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൾഫിലൊക്കെ ഹിന്ദിക്കാർ അല്ലെങ്കിൽ തമിഴന്മാരൊക്കെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്യും. ഓക്കെ, പക്ഷെ മലയാളികൾ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു ഓഫീസിലേക്ക് ഒരു മാനേജറെ പോയി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബേജാറായിരിക്കും. ഒരു മീറ്റിംഗ്, അയ്യോ എനിക്കിന്നൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ബേജാറായിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ. ഒരു ഇൻഹിബിഷൻ ഫീൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഇംഗ്ലീഷ് ഈസ് എ ഫോറിൻ ലാംഗ്വേജ്. ഇറ്റ്സ് നോട്ട് എ മദർ ടങ്. ഓക്കെ, എപ്പോഴും നമ്മളെ മൈൻഡിൽ വേണ്ടത് എന്താണ്? ഇംഗ്ലീഷ് ഈസ് നോട്ട് അവർ മദർ ടങ്. ഇറ്റ്സ് എ ഫോറിൻ ലാംഗ്വേജ് ടു വി പീപ്പിൾ. ഇതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ് എന്നുള്ളത് കണക്കാക്കുക. ആ രൂപത്തിൽ കാണുക, സംസാരിച്ച് തുടങ്ങുക. മിസ്റ്റേക്കായി എന്താണ്? ഒരു ചുക്കില്ല. മിസ്റ്റേക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് ആരെങ്കിലും തെറ്റുപറ്റിയ തൂക്കി കൊല്ലോ? ഇല്ല, ഒന്നും ഉണ്ടാവാൻ പോകണില്ല. നിങ്ങളെ പറ്റിയിട്ട് ആരും ഒന്നും വിചാരിക്കില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവന് എന്താ വിചാരിക്കുക, അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ട് ആളുകൾ. അതാണ് ഫസ്റ്റ് തോട്ട്, മലയാളികൾക്ക് ഫസ്റ്റ് തോട്ട്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുക. നമ്മളെ പറ്റിയിട്ട് ഒരാൾ ഒന്നും ചിന്തിക്കില്ല. അവർക്ക് അവരവരെ പറ്റിയിട്ട് തന്നെ ചിന്തിക്കാൻ നേരമില്ലാത്ത കാലം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ മറ്റുള്ളവൻ എന്താ വിചാരിക്കുക? മറ്റുള്ളവൻ എന്ത് വിചാരിക്കാൻ? ഓക്കെ, നമ്മൾ വലിയ എഡ്യൂക്കേറ്റഡ് ആണെന്ന് നടിക്കും. എന്നിട്ട് നമ്മൾ വലിയ ഡിഗ്രിയാണ്, PG ആണ്, പക്ഷെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഒരു കാര്യമില്ല. നമ്മൾ വലിയ വിജയികളായിട്ടുള്ള ബിസിനസ് പീപ്പിളിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടല്ല. എന്നോട് ഒരിക്കലൊരു സുഹൃത്ത് ചോദിക്കണ്ടായി, യൂസഫ് അലിക്ക് ഭയങ്കര ഭാഗ്യവാനല്ലേ, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്? ഒരു എഡ്യൂക്കേറ്റഡും അല്ല. പലപ്പോഴും യൂസഫ് അലി സാറിൻ്റെ വീഡിയോസിൽ സാറ് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുക എന്നുള്ളതല്ല ഒരു വിജയിക്കാനുള്ള മാനദണ്ഡം. നമ്മളെപ്പോഴും എനിക്കത് അറിയില്ല, പ്രത്യേകിച്ച് ഭാഷ എനിക്ക് അങ്ങനെ അറിയില്ല, എനിക്ക് ഇങ്ങനെ അറിയില്ല, എനിക്ക് പ്രസൻറ്റേഷൻ അറിയില്ല, എനിക്ക് ആ കഴിവില്ല, എന്തൊക്കെ ഇല്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുക.
ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് യു ഹാവ് വിത്ത് യു. ഓക്കെ, ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് യു ഡോണ്ട് ഹാവ്. നിങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞിരുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. യൂസഫ് അലിക്ക് പൊറോട്ട അടിക്കാൻ അറിയോ? ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിഞ്ഞോളന്നില്ല. പക്ഷെ യൂസഫ് അലിക്കാൻ്റെ ലുലുമാൾ പോയാൽ കിട്ടാത്ത എന്താ ഉള്ളത്? അപ്പൊ എല്ലാം അറിയുക എന്നുള്ളതല്ല, അറിയുന്ന ആളുകളെ നമ്മളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് ഒരു വിജയി, ഒരു ലീഡറിന്റെ സ്കില്ല്. ഓക്കെ, സോ ബി എ ലീഡർ. ഓക്കെ, വിജയിയാകുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എനിക്ക് എന്തൊക്കെ കഴിയും അതിനെപ്പറ്റി ആലോചിക്കുക. സോ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഭാഷ, ഒരുപാട് വെക്കാബുലറീസ്, നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ കാണുന്ന വസ്തുക്കളെ പേരൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിയാം. വി ഓൾ നോ എവറിത്തിങ്. ബട്ട് നമ്മൾ പറഞ്ഞാൽ തെറ്റിപ്പോകുക എന്നുള്ളതാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരും, മാറി നിൽക്കുക. ഓക്കെ, തെറ്റാൻ വേണ്ടി പറയുക. ഓക്കെ, ആർ യു റെഡി ടു ബി എ ഫെയിലിയർ? നിങ്ങൾ തോൽക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി എ വിന്നർ. നമുക്ക് ആർക്കും തോൽക്കാൻ കഴിയില്ല. ഒരു ഓട്ട മത്സരത്തിന് പോയാൽ അയ്യോ തോൽക്കുമോ? ട്രൈ ചെയ്യുക. ഓക്കെ, എപ്പോഴും ഇന്ന് 2 തോൽവി തോറ്റിട്ട് എന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വി ആർ, ഞങ്ങളാണ്, ഞങ്ങൾ ഫ്രണ്ട്സുകളാണ്, വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ മലയാളീസ് ആണ്, വി ആർ മലയാളീസ്, ഞങ്ങൾ കൊളീഗ്സ് ആണ്, വി ആർ കൊളീഗ്സ്, ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ്, വി ആർ ഫ്രം കൊച്ചിൻ, ഞങ്ങൾ MT's അക്കാഡമിയിലാണ്, വി ആർ ഇൻ MT's അക്കാഡമി, വി ആർ ഇൻ MT's or we are with MT's academy. യെസ്. ഓക്കെ, ഞങ്ങൾ ഇന്ന് ലീവാണ്, We are on leave today. ഞങ്ങൾ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്, We are on duty now. ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്, We are postgraduates. ഞങ്ങൾ ലാംഗ്വേജ് ട്രെയിനേഴ്സ് ആണ്, We are language trainers. ഞങ്ങൾ ഹാപ്പിയാണ്. We are happy. ഇനി ഞങ്ങളല്ല, വി ആർ നോട്ട്, വി ആർ നോട്ട്. ഞങ്ങൾ ഇന്ന് ഫ്രീ അല്ല കേട്ടോ, We are not free today. ഞങ്ങൾ ഇപ്പോൾ ബിസി ഒന്നുമല്ല, We are not busy now. ഞങ്ങളടുത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല, We are not mistaken. ഞങ്ങൾ ഓക്കെ അല്ല, We are not okay. ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം ഒന്നുമല്ല കേട്ടോ, We are not here for the first time. വി ആർ നോട്ട് ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. ഞങ്ങൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല. We are not late. ഇനി നമ്മൾ പറയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല കേട്ടോ, ക്ഷണിച്ചിട്ടില്ല, We are not invited. വി ആർ നോട്ട് ഇൻവൈറ്റഡ്. അല്ല, നിങ്ങൾ പോരുന്നില്ല കല്യാണത്തിന്? ഇല്ല, ഞങ്ങൾക്ക് ക്ഷണമില്ല, അങ്ങനെ പറയേണ്ടി വരും. അയൽവാസികളൊക്കെ കുപ്പായിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അല്ല കല്യാണത്തിന് വരുന്നില്ലേ? ഇല്ല, ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അയ്യോ, ഇവിടെയൊക്കെ വന്നിരുന്നല്ലോ. ഞങ്ങൾ പുറത്തു പോയപ്പോഴാണ് ഈ കിടന്ന് വന്നിട്ടുണ്ടാവുക. We are not invited. വി ആർ നോട്ട് ഇൻവൈറ്റഡ്, വി ആർ നോട്ട് ഇൻവൈറ്റഡ്. അല്ല, നിങ്ങൾ സെലക്റ്റഡ് ആയില്ലേ? ഇല്ല, ഞങ്ങൾ സെലക്റ്റഡ് ആയിട്ടില്ല. We are not selected. We are not selected. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങളാണോ എന്നാണ്. ആർ യു നിങ്ങൾ ഫ്രീ ആണോ? Are you free? Are you free? യെസ്, വി ആർ ഫ്രീ ടുഡേ. സോറി, വി ആർ നോട്ട് ഫ്രീ ടുഡേ. നിങ്ങൾ ലേറ്റ് ആയോ? Are you late? Are you late? യെസ്, വി ആർ ലേറ്റ് ടുഡേ. സോറി, വി ആർ നോട്ട് ലേറ്റ് ടുഡേ. നിങ്ങളടുത്ത് മിസ്റ്റേക്ക് പറ്റുമോ? എന്താ അയാൾ ഇങ്ങനെ ചൂടായത് നിങ്ങളോട്? Are you mistaken? Are you mistaken? യെസ്, വി ആർ മിസ്റ്റേക്കൻ. സോറി, വി ആർ നോട്ട് മിസ്റ്റേക്കൻ. നിങ്ങളിവിടെ ഫസ്റ്റ് ടൈം ആണോ? Are you here for the first time? Are you here for the first time? യെസ്, വി ആർ ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. സോറി, വി ആർ നോട്ട് ഹിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ ഹാപ്പി ആണോ? Are you happy with this training? Are you happy with this training? Definitely, we are really happy with this training program. We are really happy with this training program. Okay, so കുറച്ചൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് WH പാറ്റേൺസ് ആണ്. എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ആരാണ്, ആരുടേതാണ്, എത്രയാണ്, എത്ര രൂപയാണ്, എത്ര ദൂരമാണ്, ഈ ഒരു പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പാറ്റേൺസും വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി മുൻപത്തെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ ഈ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയും. തീർച്ചയായിട്ടും വീഡിയോസൊക്കെ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. Thank you so much. Bye. MT's Academy.